കശുവണ്ടി അഴിമതിയിലെ വിവാദ ഉത്തരവിൽ മാപ്പ് ചോദിച്ചിരിക്കുന്നു കെ ബിജു IAS. കോടതിയിൽ ഹാജരായി നിരുപാധികം മാപ്പപേക്ഷ നടത്തുകയാണ് ചെയ്തത്. പ്രോസിക്യൂഷൻ അനുമതി ഫയൽ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന കോടതിയുടെ ചോദ്യമുണ്ടായിട്ടുണ്ട്. കേസ് അല്പസമയത്തിനകം വീണ്ടും പരിഗണിക്കും. ബില്ലാണ് വിവരങ്ങളുമായി ചേർന്നത്. പിന്നിൽ കഴിഞ്ഞ തവണ കേസ് വന്നപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നു. ഇന്നിപ്പോൾ നിരുപാധികം മാപ്പപേക്ഷ നൽകിയിരിക്കുകയാണ് കെ ബിജു IAS. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഇന്ന് കെ ബിജു IAS നേരിട്ട് കോടതിയിൽ ഹാജരായപ്പോഴും സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായത്. കോടതി കടുത്ത ഭാഷയിൽ ആ ഉദ്യോഗസ്ഥനെ വിമർശിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ എന്ത് ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നതെന്ന് കോടതി ഈ ഉദ്യോഗസ്ഥനോട് ആരാഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കോടതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്? ഈ പ്രോസിക്യൂഷൻ അനുമതി ഫയൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്? മന്ത്രിസഭയിൽ ആരുടെയൊക്കെ മുന്നിൽ ഈ ഫയൽ പോയിട്ടുണ്ട്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥനോട്, അതായത് കെ ബിജു IASനോട് കോടതി ചോദിച്ചത്. അതായത് ഈ ഉത്തരവ് ഇറക്കുന്നതിന് മന്ത്രിസഭയിലെയോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശമോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഉണ്ടോ എന്നതാണ് കോടതി മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും കോടതി മുമ്പാകെ ഇപ്പോൾ ഒരു മാപ്പ് അപേക്ഷയാണ് കെ ബിജു IAS എഴുതി നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടി അല്പസമയത്തിനകം പരിഗണിക്കാമെന്ന് പറഞ്ഞ ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാപ്പ് അപേക്ഷയിൽ അദ്ദേഹം പറയുന്നത് തെറ്റുപറ്റിപ്പോയി, നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു, തന്നെ ഈ കോടതി അലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവാക്കി നൽകണം, പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതാണ് കെ ബിജു IASന് ഇന്ന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസത്തെ അതേ വികാരത്തിൽ കോടതി മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇനി അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും അന്തിമമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരിക. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരുപാധികം മാപ്പപേക്ഷയുമായി കെ ബിജു IAS കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്ന ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ വഴിയിലൂടെയാണ് ആ ഫയൽ കടന്നുപോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കോടതി ശ്രമിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം INTUC സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരനാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. ചന്ദ്രശേഖരൻ ഈ ഉത്തരവ് സർക്കാരിൽ നിന്ന് പുറത്തു വന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ ആ ഉത്തരവിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒരു വാർത്താ സമ്മേളനം നടത്തി പരസ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതിലാണ് കോടതി അധിക്ഷേപിക്കുന്ന ഭാഗങ്ങളുള്ള. അപ്പോൾ ചന്ദ്രശേഖരന് ഈ ഉത്തരവ് നൽകിയത് എങ്ങനെ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം പ്രതിക്ക് പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവ് സർക്കാർ നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്നതൊരു പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം തന്നെയാണ്. അത് കഴിഞ്ഞ തവണ കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രബലനായ രാഷ്ട്രീയ നേതാവ് ഈ ഉത്തരവിറക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നതാണ് കോടതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ ആരുടെയൊക്കെ മുന്നിലൂടെ ഈ ഫയൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കോടതി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്.